ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു മോട്ടോയുടെ എഡ്ജ് 60 ഫ്യൂഷൻ എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ഡിവൈസ്, ഇതിന്റെ ലോങ് ടൈം റിവ്യൂ ആണ് വന്നേക്കുന്നത്. ഇത് 23 രൂപയ്ക്ക് ഇത് വോത്താണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു പെയ്ഡ് റിവ്യൂ അല്ല, എന്റെ ഓൺ റിവ്യൂ ആണ്. റിസ്ക് എടുത്ത് ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, കാരണം ഇറങ്ങിയത് ഏപ്രിലാണ്. ഞാൻ ഇപ്പോഴാണ് റിവ്യൂ ചെയ്യുന്നത്. ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ചെയ്യുന്നത്. ഞാൻ മേടിച്ചത് എക്സ്പീരിയ എന്ന് പറഞ്ഞിട്ടുള്ള 12 അവിടെ എല്ലാ മൊബൈൽസും കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു തരും. ഓൺലൈനേക്കാളും പ്രൈസ് കുറച്ച് നമുക്ക് തരും. ഇത് ഞാൻ പ്രൊമോഷൻ വീഡിയോയിൽ അവരുമായിട്ട് കൊളാബും ചെയ്തിട്ടില്ല. ഞാൻ പൈസ കൊടുത്തിട്ടൊന്ന് മേടിച്ചൊരു ഡിവൈസ് ആണ്. ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. ഇത് പല കാര്യങ്ങളും മിസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഇതിന്റെ ഡിസൈൻ ഞാൻ യൂസ് ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈൻ ഉള്ള ഫോൺ എന്ന് പറയും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത്രയും പ്രീമിയം ഡിസൈൻ വരുന്ന ഒരു ഫോൺ ഞാൻ കണ്ടിട്ട് അത്യാവശ്യം നല്ല പ്രീമിയം ആണ്. ഈ വീഗൻ ലെതറിലൊക്കെ പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ആണ്. ഇതൊരു പ്ലാസ്റ്റിക് വീഗൻ ലെതറാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഇതുണ്ട്. കേസ് ഇട്ട് നിങ്ങൾ യൂസ് ചെയ്യുക, കാരണം ഈ ഒരു ബാക്കിൽ അഴുക്ക് വരാൻ സാധിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുണ്ട്. കേസ് യൂസ് ചെയ്യുക. ഈ ഫ്രെയിമിന് കനവില്ലാത്തതുകൊണ്ട് നമുക്ക് ആക്സിഡന്റ് ടച്ചസോ അങ്ങനെ വരുന്നില്ല. കാരണം ഇത് കോഡ് കർവ് ഡിസ്പ്ലേ, വലിയ കർവോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ഡിസൈൻ നമ്മൾ 60 പ്രോയിലൊക്കെ കണ്ട അതേ ഡിസൈൻ തന്നെ, 50 പ്രോ 60 പ്രോയിലൊക്കെ വന്ന അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഒന്നാമത് ഇതിന്റെ ഫ്രെയിം വളരെ തിൻ ഡിവൈസ് ആണ്. നിങ്ങൾ നോക്കിക്ക്, വളരെ തിൻ ആയിട്ടുള്ള ഡിവൈസ് ആണ്. ആ തിൻ ഡിവൈസിൽ അടിപൊളിയായിട്ട് അവർ വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. കാരണം പൂ പോലെ ഇരിക്കുന്നു. എനിക്ക് കവർ ഇട്ടാൽ പോലും ഇതിന് വെയിറ്റ് ഇല്ല എന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് നമുക്ക് കംഫർട്ട് ഉള്ള ഒരു ഫോൺ. പക്ഷെ കവറിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറയത്തുള്ളൂ, കാരണം ആക്സിഡന്റ് ടച്ചസ് ഒക്കെ വളരെ കുറവായിരിക്കും കവറിട്ട് യൂസ് ചെയ്യുമ്പോൾ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് ഡിസ്പ്ലേ തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം 1.5K റെസൊല്യൂഷൻ്റെ ഒരു പി AMOLED ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ഡിസ്പ്ലേയിൽ HDR10+ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഗോറില്ല ഗ്ലാസിന്റെ 7i പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. HDR10+ സർട്ടിഫിക്കേഷൻ ഉണ്ട്. 25,000 അണ്ടറിൽ വരുന്ന ഫോണിൽ ഇത്രയും ബെസൽലെസ് കുറഞ്ഞൊരു ഫോൺ വേറെ കിട്ടില്ല. അതുകൊണ്ട് ഇത്രയും ബെസൽസ് വളരെ കുറവാണ്. ബെസൽസ് ഒരു തിന്നില്ല. മണ്ടയ്ക്ക് എത്രയാണോ ബെസൽസ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ നമുക്ക് OnePlusന്റെ ഒക്കെ 13 ഒക്കെ പറയുന്ന രീതിയിൽ, OnePlus 13 ഒക്കെ രീതിയിൽ തന്നെ അടിപൊളി ബെസൽസ് കുറഞ്ഞൊരു ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. കാരണം ഇതൊക്കെ അത്യാവശ്യം ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ വളരെ സൂപ്പറാണ്. കാരണം ഔട്ട്ഡോർ വിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഭയങ്കര ബ്രൈറ്റ്നസ്സിൽ ഒരു അടിപൊളിയായിട്ട് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഓട്ടോ ബ്രൈറ്റ്നസ്സിലിട്ട് ഓട്ടോമാറ്റിക്കലി. പിന്നെ HDR കണ്ടന്റ് കാണുമ്പോൾ അത്യാവശ്യം ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ഞാൻ എക്സലന്റ് എന്ന് പറയും. കാരണം പാൻഡോം വാൾഡേഡ് ഡിസ്പ്ലേ നിങ്ങൾക്ക്. പിന്നെ ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൽ അടിപൊളി സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്. ഓഡിയോ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പല ഡിവൈസിന് ഇപ്പോൾ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോസസ്സർ നമുക്ക് നോക്കും. പ്രോസസ്സർ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് ഒരു അടിപൊളി പ്രോസസ്സർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. പലരും സിറ്റിയുടെ 7400 എന്ന പ്രോസസ്സറാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. DDR-ന്റെ 4x RAM ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതാണ്. ഗെയിമിംഗ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ AnTuTu ബെഞ്ച് മാർക്സ് ചെയ്തപ്പോൾ 7 lakhന് അണ്ടറിൽ നമുക്ക് AnTuTu ബെഞ്ച് മാർക്സ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു AnTuTu സ്കോറാണ് കിട്ടിയേക്കുന്നത്. ഫുള്ളി ഗ്രീൻ ആണ് വന്നേക്കുന്നത്. ഒരു ടെറ്ററിംഗ് എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചില്ല. അടിപൊളിയായിട്ട് റാം മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് 2.2 3.1 ഉള്ള ഇപ്പോഴത്തെ ഫൈറ്റിൽ 2.2 3.1 ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം നല്ലൊരു OS ഉണ്ടെങ്കിൽ 2.2 ആയാലും കുഴപ്പമില്ല. കാരണം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റർ ആയിട്ട് നിൽക്കും. അല്ലാതെ 3.1ഉം 2.2ഉം വലിയ ഡിഫറൻസ് ഇല്ല. നിങ്ങൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് 3.1 എന്താ 3.1 കൊടുക്കണമായിരുന്നു, അത് നല്ലതായിരുന്നു. പക്ഷേ 2.2ഉം 3.1ഉം തമ്മിൽ ഒരു പൊടിക്ക് ഡിഫറൻസേ വരുന്നുള്ളൂ. കാരണം അല്ലാതെ വലിയ ഡിഫറൻസ് വരുന്നില്ല. 4.0യും ഈ 3.1ഉം 2.2 ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇതിൽ അങ്ങനെ വലിയ ഡിഫറൻസ് വരുന്നില്ല. ഇതിൽ 68 വോൾട്ടിന്റെ ചാർജറും ഒരു 5000 mAh ബാറ്ററിയാണ്. എനിക്കൊരു 1 day ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ യൂസേജിൽ ബാറ്ററി ലൈഫ് 1.5 day കിട്ടുന്നുണ്ട്. കാരണം മോഡറേറ്റ് യൂസേജ്, ഒന്നും യൂസ് ചെയ്തില്ല, കുറച്ച് വീഡിയോസ് കാണുമോ, ഗെയിം ഒന്നും ഞാൻ കളിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു 1.5 day നമുക്ക് പുഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മീഡിയം ബ്രൈറ്റ്നസ്സിൽ ഗെയിമും അത്യാവശ്യം നല്ലതാണ്. നമുക്ക് PUBG ഒക്കെ ഒരു 60 FPS ഞാൻ കളിച്ച് നോക്കിയപ്പോഴും അത്യാവശ്യം ഫ്രെയിം ഡ്രോപ്സ് ഒന്നും വരാത്ത രീതിയിലാണ്. 90 പുഷ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഇത്. 60 സ്റ്റേബിലിറ്റി ഉണ്ട്. ഹീറ്റിംഗ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഹീറ്റിംഗ് ബാക്കിൽ ഇങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഒരു 1 hour ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇത് കൂളാവുന്നുണ്ട്. എല്ലാ ഫോണും അങ്ങനെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. എല്ലാ ഫോണും ഹീറ്റും ആവും കൂളും ആവും. പിന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ക്യാമറ ഇതിൽ 3 ക്യാമറയായിട്ട് നമുക്ക് തോന്നുന്നു. ഇതിൽ 2 ക്യാമറയേ ഉള്ളൂ. മറ്റേ പറഞ്ഞ കളർ ആക്യുറസി സെൻസറാണ്. ഒരു 50 MP, ഒരു 30 MP അൾട്രാ വൈഡ് ആംഗിളും ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതിൽ പാൻഡോം വാൾഡേറ്റ് ക്യാമറയാണ് 2 സെൻസറും വരുന്നത്. ഇതിൽ ഒരു മെയിൻ സെൻസറാണ് പാൻഡോം വാൾഡേറ്റ്. അത്യാവശ്യം അൾട്രാ വൈഡ് ആംഗിളും അതുപോലെ തന്നെ നമുക്ക് അതേ കളർ ആക്യുറസി കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഭയങ്കര 100% കളർ ആക്യുറസി നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം റിയലി കാണുന്ന അതേ കളേഴ്സ് തന്നെ വരുന്നുണ്ട്. പിന്നെ മോട്ടോയുടെ ആപ്ലിക്കേഷനകത്ത് എനിക്കൊരു ഒരു കുഴപ്പം വരെ ലാഗ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് സാംസങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അറിയത്തേയില്ല പ്രോസസ്സിങ് ആവുന്നു. ഇതിൽ പ്രോസസ്സിങ് ആവുന്നുണ്ട് എന്ന് നമ്മൾ അറിയും. കാരണം
ഒന്ന് എടുത്ത് ആ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു പെട്ടെന്നൊരു മാജിക് പോലെ ആ ബ്രൈറ്റ്നെസ്സും കൂടും. ഒരു ഡള്ളായിട്ടുള്ള നമ്മൾ എടുക്കുമ്പോൾ ഒരു ഡള്ള് പോലെ, പക്ഷേ ഗാലറി ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഇത് കളർ കൂടിയതുപോലെയും പെർഫെക്റ്റ് ആയതുപോലെ. നമ്മൾ ചിലപ്പോൾ ഒരു പെട്ടെന്ന് എടുത്ത ഷോട്ട്സ് ആണ്, പക്ഷേ ഇതിൽ എയുടെ അൽഗോരിതം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നൈറ്റ് ഷോട്ട്സ് ഒക്കെ കുറച്ചുകൂടെ വെച്ച് ഇത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കി തരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. എൻ്റെ കുറച്ച് ഷോട്ടേ പോർട്രേറ്റ് ഷോട്ട്സും അത്യാവശ്യം ഞാൻ എടുത്തത് കൊള്ളാം. അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഷോട്ട്സ് നമുക്ക് കിട്ടുന്നു. ഡീറ്റെയിലിംഗ് ആയാലും നല്ല രീതിയിലുണ്ട്. ഈ 50 MB ആയതുകൊണ്ട് ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് 4K 30 ഉണ്ട്. എനിക്ക് വേണ്ട നിങ്ങൾ സാമ്പിൾസ് കണ്ടു. ഇത് ഫ്രണ്ട് ക്യാമറയുടെ ടെസ്റ്റാണ്. 4K 30 FPS ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി. ക്യാമറയിലെ പോർട്രേറ്റ് ഷോട്ട്സ് ഒക്കെ അത്യാവശ്യം നല്ലതാണ് വന്നേക്കുന്നത്. മാക്രോ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ലതാണ്. മാക്രോയിൽ ഇത് 2x മാക്രോയിലാണ് വരുന്നത്. മാക്രോയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറ ഇല്ല. അതെന്തായാലും നല്ല കാര്യമായി, കാരണം വെറുതെ 2 MP 5 MP. ഇത് 50 MB തന്നെയാണ് നമുക്ക് മാക്രോ എടുക്കുന്നത്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല മാക്രോസ് നമുക്ക് കിട്ടാം ഈ മൊബൈൽ കൊണ്ട് എടുത്തിട്ട് കിട്ടുന്നുണ്ട്. കാരണം ക്യാമറയിൽ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഞാൻ ഫ്രണ്ടിലായാലും ബാക്കിലായാലും അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സും അത്യാവശ്യം നല്ലതാണ്. പിന്നെ 2x നമുക്ക് അത്യാവശ്യം നല്ല പോർട്രേറ്റ് ക്യാമറയാണ് ഫ്രണ്ടും ബാക്കിലും കിട്ടുന്നത്. 4K 30 അത് യൂസബിൾ ആണ്. നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ നമുക്ക് 4K 30 FPS കിട്ടുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ചെയ്തു. കാരണം ഈ മൊബൈലിൻ്റെ ഒരു നെടുന്തോണെന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ, ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ USB 2.0 ഉള്ളൂ. 3.1 കൊടുക്കായിരുന്നു. കാരണം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് ഇതിൽ വരുന്നൊരു കാര്യം, ഇതിന് HoloOS ആണ്. ആൻഡ്രോയിഡ് 3 years ഓഫ് അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് 15 വന്നേക്കുന്നത്. HoloOS അത്യാവശ്യം നല്ല OS ആണ്. ഭയങ്കര ഫ്ലൂഡാണ്. ഓരോ ആപ്പിൽ നിന്ന് സ്വിച്ച് ചെയ്യാനൊക്കെ എന്ത് ഈസിയാണെന്നറിയുന്നുണ്ട്. ഓരോ ആപ്പിൽ നിന്നൊക്കെ സ്വിച്ച് ചെയ്ത് പോകാൻ അടിപൊളി ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ OS ഭയങ്കര ഇതാണ്. വരുമ്പോൾ ഒരു കാൻഡി ക്രഷ് പോലത്തെ കുറച്ച് തേർഡ് പാർട്ടി ഗെയിംസ് ഉണ്ട്. അത് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തോളൂ. ഒരു 4 or 5 വരത്തുള്ളൂ. AI കുറിച്ച് ഞാൻ പറയാം. ബാക്കിൽ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോയുടെ AI ഓപ്പൺ ആവുന്നുണ്ട്. അതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് സമ്മറൈസ് ചെയ്യാം. നമ്മൾ കുറേ കാര്യം നിങ്ങളുടെ മൈൻഡിൽ വന്നെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് എഴുതി വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇത് ഓഡിയോയിൽ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം ഓൾ റൗണ്ടർ എന്ന് പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു ഡിവൈസ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം.